നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നാളെ മുതൽ വീണ്ടും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ്. അടുത്ത മണിക്കൂറിൽ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം വന്നിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 8-10-2025 കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലും 9-10-2025 പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും 10-10-2025 പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 70 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 60 മുതൽ 80 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 90 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ അതിശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് മുതൽ 9-10-2025 വരെ മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായിട്ടുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 10-10-2025 മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം തന്നെ കേരളത്തിൽ മാത്രമല്ല ഡൽഹി NCRലും രാത്രി മുഴുവൻ തുടർച്ചയായി മഴ പെയ്യുകയും ഉയർന്ന ഹിമാലയൻ പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച അനുഭവപ്പെടുകയും ചെയ്തതോടെ ഉത്തരേന്ത്യയിലുടനീളം കാലാവസ്ഥ കുത്തനെ മാറിയിരിക്കുന്നു എന്നുള്ള നിർദ്ദേശവും വരുന്നുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരം ആരംഭിച്ച കനത്ത മഴ രാത്രി മുഴുവൻ തുടർന്നു. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും താപനില കുത്തനെ കുറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയോടെ ആകാശം മൂടിക്കെട്ടി നിൽക്കുകയും തലസ്ഥാന മേഖലയുടെ പല ഭാഗങ്ങളിലും മഴ തുടരുകയും ചെയ്തു. പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയിലുടനീളം നീങ്ങുന്ന ഒരു സജീവമായ പാശ്ചാത്യ അസ്വസ്ഥതയാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്, പഞ്ചാബ്, വടക്കൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ചില ഭാഗങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും ഒറ്റപ്പെട്ട കനത്ത മഴയും ഉണ്ടാകുമെന്നാണ് പ്രവചിക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഇതിനോടൊപ്പം ഉണ്ടാകും. തിങ്കളാഴ്ച ഡൽഹിയിൽ മൂടിക്കെട്ടിയ ആകാശത്ത് മഴ പെയ്തു. പരമാവധി താപനില സാധാരണയേക്കാൾ 7.7 ഡിഗ്രി താഴെ 26.5 ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞു. അതേസമയം കുറഞ്ഞത് 20.6 ഡിഗ്രി സെൽഷ്യസായി. സാധാരണയേക്കാൾ ഏകദേശം 1.7 ഡിഗ്രി താഴെയാണെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. സഫ്ദർജംഗ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രാവിലെ 8:30 വൈകുന്നേരം 5:30 ഇടയിൽ 3.4 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. പാലത്തിൽ 3.2 മില്ലിമീറ്ററും റിഡ്ജിൽ 3.7 മില്ലിമീറ്റർ മഴ പെയ്തു. ചൊവ്വാഴ്ച പടിഞ്ഞാറൻ അസ്വസ്ഥത കാരണം മേഘാവൃതമായ ആകാശവും മിതമായ മഴയും പ്രവചിക്കപ്പെടുന്നു. പരമാവധി താപനില 28ഉം കുറഞ്ഞത് 20 ഡിഗ്രി സെൽഷ്യസായി ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നു. കുന്നിൻ പ്രദേശങ്ങളായ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിലും കേദാർനാഥ്, ബദ്രിനാഥ് എന്നിവിടങ്ങളിലും പുതിയ മഞ്ഞുവീഴ്ച ലഭിച്ചു. ഇത് സീസണിലെ ആദ്യത്തേതാണ്. ഹിമാലയത്തിലെ പുതിയ മഞ്ഞുവീഴ്ച ഡൽഹി ഉൾപ്പെടെയുള്ള സമതലങ്ങളിൽ കൂടുതൽ തണുപ്പ് സൃഷ്ടിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു. ഒക്ടോബർ ആദ്യവാരത്തിൽ പതിവില്ലാത്ത ഈ തണുപ്പ് ഈ ആഴ്ച അവസാനം പടിഞ്ഞാറൻ അസ്വസ്ഥത കിഴക്കോട്ട് നീങ്ങുന്നത് വരെ തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു. വടക്കൻ സംസ്ഥാനങ്ങളിൽ താപനിലയിൽ കുത്തനെയുള്ള ഇടിവിനും ഈ സംവിധാനം കാരണമായിട്ടുണ്ടെന്നും ഇത് സീസണിന് ശൈത്യകാലത്തിന് സമാനമായ ഒരു പ്രതീതി നൽകുമെന്നും IMD അഭിപ്രായപ്പെട്ടു. തിരക്കേറിയ സമയങ്ങളിലും വെള്ളക്കെട്ട്, കുറഞ്ഞ ദൃശ്യപരതയും ഉണ്ടാകാതിരിക്കാൻ യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ചില പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച മൂലം ഗതാഗതം തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഹിൽ സ്റ്റേഷനുകളിലേക്ക് പോകുന്ന യാത്രക്കാർ റോഡിന്റെ അവസ്ഥ പരിശോധിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ബുധനാഴ്ച മുതൽ കാലാവസ്ഥ ക്രമേണ ശമിക്കാൻ സാധ്യതയുണ്ട്. ആഴ്ചയുടെ മധ്യത്തോടെ മിക്ക സമതലങ്ങളിലും ആകാശം തെളിഞ്ഞു വരും. ഉയർന്ന പ്രദേശങ്ങളിലും ഇടയ്ക്കിടെ മഞ്ഞുവീഴ്ച തുടരും.
അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലും പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് പെയ്ത അതിശക്തമായ മഴയ്ക്ക് പിന്നാലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ബാലസൺ നദിക്ക് കുറുകെയുണ്ടായിരുന്ന ഇരുമ്പ് പാലം അടക്കം ഒലിച്ചുപോയി. സിലിഗുരിയെയും മിരിക്കിനെയും ഡാർജിലിംഗിലുമായി ബന്ധിപ്പിക്കുന്ന ഇരുമ്പ് പാലമാണ് ഒലിച്ചുപോയത്. ഇതോടെ ഈ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിലും ബാലസൺ നദിക്ക് കുറുകെയുണ്ടായിരുന്ന ഇരുമ്പ് പാലം ഒഴുകിപ്പോകുന്ന ഞെട്ടിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. മിറിക്കിയിലെ ദുതിയ ഇരുമ്പ് പാലത്തിന്റെ ഒരു ഭാഗം തകർന്ന് നദിയിലേക്ക് വീഴുന്നതും നദി കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നതും വീഡിയോയിൽ കാണാം. ഒപ്പം നദീതീരത്തെ കെട്ടിടങ്ങളിൽ ചിലതും നദികളിലേക്ക് തകർന്നു വീഴുന്നു. വടക്കൻ ബംഗാളിൽ കനത്ത മഴയെ തുടർന്ന് ദുതിയ ഇരുമ്പ് പാലത്തിന്റെ ഒരു ഭാഗം തകർന്നതിനെ തുടർന്നും പശ്ചിമ ബംഗാൾ സിലിഗുരി ഡാർജിലിംഗ് SH-12 റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നു. വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ANI ഇത് റിപ്പോർട്ട് ചെയ്തത്. അതിശക്തമായ മഴയ്ക്ക് പിന്നാലെ ഉണ്ടായ ദുരന്തത്തിൽ 7ഓളം പേർക്കാണ് ജീവഹാനി സംഭവിച്ചിരിക്കുന്നത്. ഡാർജിലിംഗിലേക്ക് പോകുന്ന കുർസിയോങ് റോഡിലെ ദിലാറാമിൽ മണ്ണിടിച്ചിലുണ്ടായി. വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഗൗരി ശങ്കറിലും മണ്ണിടിച്ചിലെ തുടർന്ന് രോഹിണി റോഡും അടച്ചു. പങ്കാബാരി റോഡ് ഏതാണ്ട് ഉപയോഗശൂന്യമായ അവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതോടെ സമീപ പ്രദേശങ്ങളിൽ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഏതായാലും കേരളത്തിൽ മാത്രമല്ല പല മേഖലകളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മഴയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലും കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. കൃത്യമായിട്ട് മഴ മുന്നറിയിപ്പുകൾ മാറുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങളും ജനങ്ങളും നടത്തേണ്ടതാണ്.